കേരള സ്കൂൾ കായികമേളയിലെ പുരസ്കാര വിവാദം ഇന്നലെ കണ്ടതാണ്. ദൗർഭാഗ്യകരമാണ്. വിദ്യാർത്ഥികളും പോലീസും തമ്മിൽ കയ്യാങ്കളിയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ആ പരാതിയിൽ എന്താണ് ഇനി മുന്നോട്ടുള്ള പോക്ക്, അതൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പൊ വിവാദത്തിൽ വിശദീകരണം നൽകാൻ മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. കേരള സ്കൂൾ കായികമേളയുടെ സമാനതകളില്ലാത്ത സംഘാടന മികവിന്റെ പേരിൽ സർക്കാരിനും മന്ത്രി വി ശിവൻകുട്ടിക്കും കിട്ടിയ കയ്യടികളെല്ലാം ഒറ്റയടിക്ക് തകർക്കുന്നതായി പുരസ്കാര വിവാദം. പതിവിന് വിപരീതമായി സ്കൂൾ വിഭാഗത്തിൽ സ്പോർട്സ് സ്കൂളായ GV രാജ തിരുവനന്തപുരത്തിന് സമ്മാനം നൽകിയതാണ് വിവാദമായത്. മുന്നറിയിപ്പുകളില്ലാതെയായിരുന്നു ജനറൽ സ്കൂളുകൾക്ക് നൽകുന്ന പുരസ്കാരം സ്പോർട്സ് സ്കൂളിന് നൽകിയത്. വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി വേദിയിലേക്ക് തള്ളിക്കയറാൻ നോക്കുകയും പോലീസ് തടയുകയും ചെയ്തതോടെ കാര്യങ്ങൾ കയ്യാങ്കളിയിലെത്തി. മർദ്ദനമേറ്റെന്ന് വിദ്യാർത്ഥികൾ ആരോപിച്ചു. പുരസ്കാരദാനത്തിൽ അട്ടിമറിയുണ്ടായെന്നും ഇതിനെതിരെ കോടതിയെ സമീപിക്കുമെന്നുമാണ് മാർ ബേസിൽ കോതമംഗലം സ്കൂളും മലപ്പുറം നാവാമുകുന്ദ തിരുനാവായ സ്കൂളും പറയുന്നത്. വിദ്യാർത്ഥികളെ പോലീസ് മർദ്ദിച്ചുവെന്നാരോപിച്ച് രക്ഷിതാക്കളും പരാതി നൽകും. പുതിയ മാനുവൽ പ്രകാരം ജനറൽ സ്കൂളെന്നോ സ്പോർട്സ് സ്കൂളെന്നോ വ്യത്യാസമില്ലെന്നാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ വാർത്താക്കുറിപ്പ്. ഇന്ന് മാധ്യമങ്ങളെ കാണുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഞാൻ വിശദമായ ഒരു പത്രക്കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. നാളെ പത്രസമ്മേളനം നടത്തും. അപ്പോൾ വിശദമായിട്ട് പറയാം. സ്പോർട്സ് ഡെസ്ക് 24.